ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांतिः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം പ്രഥമോധ്യായം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. മധുകാണ്ഡം ആരംഭിക്കുന്നതിന് മുമ്പ് യാജ്ഞവൽക്യ മഹർഷി ആരെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം മധുകാണ്ഡത്തിലെ അധ്യായങ്ങളെക്കുറിച്ച് വളരെ സാമാന്യമായി കണ്ട് പ്രഥമ അധ്യായം ആരംഭിച്ചു. പ്രഥമ അധ്യായം 3 ബ്രാഹ്മണങ്ങളോട് കൂടിയത്. ഒന്നാമത്തെ ബ്രാഹ്മണം അശ്വബ്രാഹ്മണം. നമ്മൾ 2 മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രഥമ അധ്യായത്തിൻ്റെ തന്നെ ചുരുക്കം നമ്മൾ കണ്ടിരുന്നു. ഉപാസന പ്രാധാന്യമാണെന്ന്. അതിൽ 3 സെക്ഷനായിട്ട് ഉപാസനകളെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ ബ്രാഹ്മണം അശ്വബ്രാഹ്മണം. ഒരു കുതിരയെ കാണുമ്പോൾ അതിൻ്റെ അവയവങ്ങൾ അംഗങ്ങൾ കാണുമ്പോൾ ഭഗവത് വിഭൂതികളെ, ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിലുള്ള പഞ്ചമഹാഭൂത ഇന്ദ്രിയാദി ഔഷധികൾ, പക്ഷികൾ, മൃഗങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ ഇത്യാദി വിഭൂതികളെ അല്ലെങ്കിൽ സൃഷ്ടി വൈഭവങ്ങളെ ഭാവന ചെയ്ത് ധ്യാനിക്കൂ, അല്ലെങ്കിൽ ചിന്തനം ചെയ്യുക വേണം. ഇവയൊക്കെ പ്രകൃതിയിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കാൻ സാധിക്കുന്നത്, അല്ല ഞാനുണ്ട് എന്ന ഉണ്മ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപാസന അശ്വബ്രാഹ്മണം നമ്മൾ തുടങ്ങിയത്. അതിൽ പ്രഥമ അധ്യായം ഒരുപാട് നമ്മൾ അവയവങ്ങൾ ഓരോന്നും വളരെ സൂക്ഷ്മമായി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. ഇതിൽ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ അവയവങ്ങളും സാധിക്കുന്നില്ല എങ്കിൽ 1-2 എണ്ണമെങ്കിലും
ഏതെങ്കിലുമൊക്കെ ഇന്ദ്രിയങ്ങൾ കാണുമ്പോൾ അല്ല നമ്മുടെ തന്നെ ഇന്ദ്രിയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഏത് ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു, അല്ല ഏത് ഇന്ദ്രിയത്തിനോടാണോ എനിക്ക് താതാത്മ്യം കൂടുതൽ, അല്ലെങ്കിൽ അവയവത്തിനോടാണോ താതാത്മ്യം കൂടുതൽ, അവ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ ഇന്ദ്രിയത്തിന് അടിസ്ഥാന ദേവതയുള്ളത് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ആ അടിസ്ഥാന ദേവതയിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ് ആ ചൈതന്യത്തിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് പരമാത്മ. അത് ഓർമ്മ വേണം എന്നാണ് ഒന്നാം മന്ത്രം നമ്മൾ ചുരുക്കി കണ്ടത്. രണ്ടാമത്തെ മന്ത്രം അതിൻ്റെ അശ്വബ്രാഹ്മണത്തിൻ്റെ തുടർച്ചയായിരുന്നു. അശ്വമേധ യാഗം നടക്കുമ്പോൾ അശ്വം മാത്രമല്ല പ്രാധാന്യം, അതിൽ ഉപയോഗിക്കുന്ന യാഗാഗ്നിയും അല്ലെങ്കിൽ ഹോമകുണ്ഡവും പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. അവസാനം ഒരു മിസ്റ്റേക്ക് പറ്റി, എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അറിയാണ്ട് വായിന്ന് പറ്റിപ്പോയതാണ്. എന്തെന്ന് വെച്ചാൽ ഹയഹ എന്ന് വെച്ചാൽ ഹയോ ദേവാനവഹത്, ദേവതകളെ പ്രീതിപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്ന അശ്വമേധ യാഗത്തിൽ ഉപയോഗിക്കുന്ന അശ്വത്തിൻ്റെ പേര്. രണ്ടാമത്തത് വാജിയാണ്. ഞാൻ ഭൂത്വ എന്നാണ് പറഞ്ഞത്, ദയവായി എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കുക. ഭൂത്വാൻ എന്തോ വായിൽ വന്നു പോയതാ, ഭൂത്വാൻ എന്നല്ല, വാജി എന്നാണ് പേര്. ഗന്ധർവാൻ അവഹത്, അതായത് ഗന്ധർവതകളെ പ്രീതിപ്പെടുത്തുവാനായി നടത്തുന്ന അശ്വമേധ, അല്ലെങ്കിൽ ഗന്ധർവ ലോകത്താണ് എനിക്ക് പോകേണ്ടത്, ഗന്ധർവനായിട്ടാണ് എനിക്ക് അടുത്ത ശരീരം വേണ്ടത് എങ്കിൽ ഗന്ധർവതകളെ പ്രീതിപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്ന അശ്വമേധ യാഗത്തിൽ ഉപയോഗിക്കുന്ന അശ്വത്തിൻ്റെ പേര് വാജി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വാക്കൊക്കെ, തതോ വാജേ എന്നൊക്കെ പറഞ്ഞു. വാജേയ വാജസ്പതിയാഹ ഇത്യാദി മന്ത്രങ്ങളൊക്കെ അതിലല്ലേ വിട്ടേര്, ഇത്രയും ഓർത്താൽ മതി. ഗന്ധർവാൻ അവഹത്. മൂന്നാമത്തെ എന്താണ്? അർവാൻ അവഹത്. നാലാമത്തത് അശ്വം. അത് ബാക്കിയൊക്കെ ശരി തന്നെയാണ്. അതിനുശേഷം അവസാനം ഒന്നാമത്തെ ബ്രാഹ്മണം എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ഈ അശ്വത്തിൻ്റെ സർവ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് അശ്വമായിക്കോട്ടെ, അത് അശ്വം എന്ന് പേരായതായിക്കോട്ടെ, അല്ലെ വാജി ആയിക്കോട്ടെ, ഹയഹ എന്ന പേരായ ഏത് അശ്വമായിക്കോട്ടെ, അവയുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് പരമാത്മ. അതിന് നമ്മൾ കണ്ടിരുന്നു ജഗത് കാരണ ഈശ്വരനുള്ളത് കൊണ്ടാണ്. ആ ജഗത് കാരണ ഈശ്വരനാണ് സൃഷ്ടിക്കും, അശ്വത്തിൻ്റെ സൃഷ്ടിക്കും, അശ്വത്തിൻ്റെ സ്ഥിതിക്കും, അശ്വത്തിൻ്റെ നാശത്തിനും ലയത്തിനും, സർവജീവചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പ്രഥമോധ്യായം ദ്വിതീയ ബ്രാഹ്മണം അതിൻ്റെ വളരെ ചുരുക്കി സാരാംശം മാത്രം കണ്ടിരുന്നു. സാരാംശം 7 മന്ത്രങ്ങളോട് കൂടിയതാണെന്ന് കണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അഗ്നിബ്രാഹ്മണം. അതായത് അശ്വമേധ യാഗത്തിന് ഉപയോഗിച്ച അഗ്നിയെ ആലംബനമാക്കി വെച്ചുകൊണ്ട് ഈ പരമാത്മ സൃഷ്ടിയിലുള്ള ഓരോ അണുവിനെയും ധ്യാനിക്കാൻ അത് പറയുകയാണ് അഗ്നിബ്രാഹ്മണം. അത് നമ്മൾ വളരെ ചുരുക്കിയേ കണ്ടുള്ളൂ. കാരണം അശ്വമേധ യാഗ അനന്തരം ചെയ്യാൻ മാത്രം സാധിക്കുന്ന ഉപാസനയായതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് തൃതീയ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. മധുകാണ്ഡം പ്രഥമോധ്യായം തൃതീയ ബ്രാഹ്മണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഉദ്ഗീത ബ്രാഹ്മണം. നമ്മളിത് മറ്റൊരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് ഇപ്പം പറയണ്ടാരും, നിങ്ങൾ ഓർത്തിട്ട് ക്ലാസ്സിന് ശേഷം പറഞ്ഞാലും മതി. കാരണം എല്ലാവർക്കും ഓർക്കാൻ സമയം വേണമല്ലോ. നമ്മൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ മറ്റുള്ളവർക്കൂടെ ഓർക്കാനായിട്ടുള്ള അവസരം ഞാൻ കൊടുക്കുന്നില്ല എന്നൊരു വിഷമം, ഒരു പരാതി വന്നു. അതുകൊണ്ട് അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാവരും ചിന്തിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഉദ്ഗീത ബ്രാഹ്മണം. ഒരു ക്ലൂ തരാം. സാമവേദത്തിലാണ് പഠിച്ചത്. അപ്പം നിങ്ങൾ ഇനി എല്ലാ ഉപനിഷത്തും ഒന്നും തപ്പണ്ട. സാമവേദത്തിൽ പഠിച്ച
ഉപനിഷത്ത് മാത്രം ഓർത്താൽ മതി, തപ്പൊന്നും വേണ്ട, ഓർത്താൽ മതി. മനസ്സുകൊണ്ട് തപ്പുക, അന്വേഷിക്കുക. നമ്മൾ ഉദ്ഗീത ബ്രാഹ്മണം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. അവസാനം അല്ലേ ഞാൻ തന്നെ പറയാം എവിടെയാണെന്ന്. ആരെങ്കിലും പറഞ്ഞാൽ അതിൽ സന്തോഷം. ഇപ്പം വേണ്ട, പിന്നെ പറയാം കേട്ടോ. തൃതീയ ബ്രാഹ്മണത്തിൻ്റെ പേരെന്താണ്? ഉദ്ഗീത ബ്രാഹ്മണം. ഇതേപോലെ തന്നെ നമ്മൾ സമ്മറിയാണ് പഠിച്ചത്. ഒരു ക്ലൂവും കൂടിയായി. ഇപ്പം എല്ലാവർക്കും കത്തിക്കാണ്. അതിൽ 28, അതിന് എഴുതിക്കോളൂ, അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. എന്താണ്? മധുകാണ്ഡം പ്രഥമോധ്യായം, തൃതീയ ബ്രാഹ്മണം. തൃതീയ ബ്രാഹ്മണത്തിൻ്റെ പേര് ഉദ്ഗീത ബ്രാഹ്മണം. അതിൽ ടോട്ടല് 28 മന്ത്രങ്ങൾ ഉണ്ട്. ടോട്ടല് 28 മന്ത്രങ്ങൾ. ഇവിടെ അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. പ്രാണ ഉപാസന. പ്രാണ ഉപാസന. ഇനി പ്രാണന്റെ പരിഭാഷ, പ്രാണന്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഷഡ്ഗുണ വിശിഷ്ട പ്രാണ ഉപാസന. പ്രാണന്റെ 6 ഗുണങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് കാണും. അതിനു മുമ്പ് അതിൻ്റെ ആമുഖമായിട്ട് ഇത് എഴുതിക്കോളൂ. ഷഡ്ഗുണ വിശിഷ്ട പ്രാണ ഉപാസന. 6 ഗുണങ്ങളോടുകൂടി, അതാണ് ഷഡ്ഗുണ വിശിഷ്ട. പ്രാണന് അനേകം ഗുണങ്ങളുണ്ട്. അതിൽ വിശിഷ്ടമായി, വിശിഷ്ടം എന്ന് വെച്ചാൽ എന്താണ്? ശ്രേഷ്ഠ, സ്പെഷ്യൽ എന്നൊക്കെ പറയും. അങ്ങനെ 6 ഗുണങ്ങളെ ഉപാസിക്കലാണ്. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ 6 ഗുണങ്ങൾ, 28 മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഓരോന്നും നമുക്ക് എഴുതാം. ഇവിടെയും നമ്മൾ 28 മന്ത്രമൊന്നും വേർഡ് ബൈ വേർഡും പഠിക്കുന്നില്ല. അതിൻ്റെ ചുരുക്കമാണ് പറയുന്നത്. 1 മുതൽ 7 വരെ എഴുതിക്കോളൂ. 1 മുതൽ 1 to 7 മന്ത്രാസ്, അല്ലെങ്കിൽ പ്രഥമ ച സപ്തമ മന്ത്രാഹ. സംസ്കൃതത്തിൽ എഴുതുന്നവർ അങ്ങനെ എഴുതിക്കോ. പ്രഥമ ച സപ്തമ മന്ത്രാഹ. മന്ത്രങ്ങൾ 1 മുതൽ 7 വരെയുള്ള മന്ത്രങ്ങൾ എന്താണെന്ന് എഴുതിക്കോളൂ. പ്രാണഹ പ്രഥമ ഗുണവർണ്ണന. പ്രാണഹ പ്രഥമ ഗുണവർണ്ണന. പ്രാണന്റെ അത്രയും സംസ്കൃതം അറിയാം എല്ലാവർക്കും. പ്രാണന്റെ പ്രഥമ ഗുണത്തിനെ വർണ്ണിക്കലാണ് 1 മുതൽ 7 വരെയുള്ള മന്ത്രങ്ങൾ. ഇനി ആ ഗുണത്തിൻ്റെ പേര് എഴുതിക്കോളൂ. പ്രഥമ ഗുണം എന്ന് എഴുതിയല്ലോ, അതിൻ്റെ താഴെ എഴുതുക ശുദ്ധ ഗുണത്വം. ശുദ്ധ ഗുണത്വം. പ്രാണന്റെ പ്രഥമ ഗുണത്തിൻ്റെ പേരാണ് ശുദ്ധഗുണം. അത് ശുദ്ധമായിരിക്കും. പ്രാണൻ എത്രയൊക്കെ നമ്മൾ മലിനമാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ അന്തസത്ത എന്നത് എപ്പോഴും ശുദ്ധമായിരിക്കും. അതായത് പരമാത്മാവിനോട് ഉപമിക്കുകയാണ് അല്ലേ. എത്രയൊക്കെ മലിനമാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ആ ചൈതന്യം, ഇപ്പം നമ്മുടെ ശരീരം തന്നെ എടുക്കും. നമ്മുടെ ശരീരത്തിൽ പ്രാണനുണ്ട് അല്ലേ, ചൈതന്യമുണ്ട് അല്ലേ. ചൈതന്യനെയാണ് നമ്മൾ പ്രാണനായി അനുഭവിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ കാമം, ക്രോധം, ലോഭം ഇത്യാദി അശുദ്ധികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അശുദ്ധികളായിക്കോട്ടെ, മനസ്സിനുണ്ടാകുന്ന അശുദ്ധി ആയിക്കോട്ടെ, ഇവയൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എൻ്റെ വാസനയ്ക്കനുസരിച്ചാണ് എൻ്റെ അശുദ്ധി, മറ്റൊരാളുടെ വാസനയ്ക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ അശുദ്ധി. ഇതൊക്കെ ഉണ്ടെങ്കിലും ചൈതന്യത്തിനെ ബാധിക്കുന്നുണ്ട്. പ്രാണനെ ഇതെന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? അശുദ്ധി ഇല്ല. അതെപ്പോഴും നിത്യശുദ്ധമായിരിക്കും. ആ ഗുണമാണ് 1 മുതൽ 7 വരെയുള്ള മന്ത്രം യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഉപാസിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഇത്രയും പറഞ്ഞല്ലോ, പ്രാണന്റെ പ്രഥമ ഗുണത്തിന് ശുദ്ധ ഗുണത്വം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഉപാസിക്കുക? നമ്മൾ പ്രാണായാമാദി പ്രക്രിയകൾ ചെയ്യുമ്പോഴോ,
അല്ലെങ്കിൽ പ്രാണനെ തന്നെ നിരീക്ഷിക്കുക. 5 മിനിറ്റ് നമ്മൾ വെറുതെ ഇരുന്ന് പ്രാണനെ നിരീക്ഷിക്കുമ്പോൾ ഈ ഗുണം ഓർക്കാൻ, അത് ഉപാസനയായി, പ്രാണ ഉപാസനയായി. എങ്ങനെയാണ് പ്രാണ ഉപാസന ചെയ്യുക? തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കാര്യം. എന്നിൽ അനേകം അശുദ്ധങ്ങളുണ്ട്, മാനസികമായോ ശാരീരികമായോ ഏത് വിധത്തിലും, അല്ലെ വാസനാപരമായ അശുദ്ധികളുണ്ട്. പക്ഷേ പരമാത്മാവ് വായു രൂപത്തിൽ ശ്രദ്ധിക്കണേ, ഭഗവാൻ വായു രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ആ വായു ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു, ഞാൻ ഉച്ഛ്വസിക്കുന്നു, അതിനെ നിശ്വസിക്കുന്നു. ഇതൊക്കെ നടന്നാലും പ്രാണന് എൻ്റെ അശുദ്ധികളൊന്നും ബാധിക്കില്ല. അത് നിത്യശുദ്ധമാണ്. അതുകൊണ്ടാണ് എന്നും ഉള്ളത്. നമ്മളൊക്കെ എന്തുകൊണ്ട് എന്നും ഇല്ലാത്തത്? നമ്മൾ നിത്യശുദ്ധരല്ല. അതാകാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് സാധനകൾ, ശാസ്ത്രപഠനം ഇത്യാദികൾ. അപ്പോൾ നിത്യശുദ്ധമായതുകൊണ്ട് അതിന് നാശമില്ല. ഇത് ചിന്തിച്ചാൽ പ്രാണ ഉപാസനയായി, അല്ലെങ്കിൽ പ്രാണൻ്റെ പ്രഥമ ഗുണം ഉപാസനയായി. അല്ലാണ്ട് ശുദ്ധമായ പ്രാണനെ നമ്മൾ സിലിണ്ടറിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഉപാസിക്കലല്ല. ശുദ്ധമാണ് ഈ പ്രാണൻ. പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ ഓർക്കാൻ പറ്റുന്ന എളുപ്പമാർഗമാണിത്. അതാണ് ഒന്നാമത്തത്. 1 മുതൽ 7 വരെയുള്ള മന്ത്രം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, 8 മുതൽ 16 വരെ അഷ്ടമ ച ഷോഡശ മന്ത്രാഹ. 8 മുതൽ നമ്പർ ഇട്ടാൽ മതി, നിങ്ങളെ കൂടുതൽ എഴുതിപ്പിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. 8 മുതൽ 16 വരെയുള്ള മന്ത്രങ്ങൾ. രണ്ടാമത്തെ ഗുണം പ്രാണഹ ദ്വിതീയ ഗുണവർണ്ണന. പ്രാണഹ എന്ന് വെച്ചാൽ പ്രാണന്റെ ദ്വിതീയ, രണ്ടാമത്തെ ഗുണം വർണ്ണിക്കുക. പ്രാണഹ ദ്വിതീയ ഗുണ വർണ്ണന. ആ ദ്വിതീയ ഗുണത്തിൻ്റെ പേര് ദുർനാമത്വം. ധൂർനാമത്വം. ദീർഘമുണ്ട്. ധൂർനാമത്വം. ധുർനാമത്വം എന്ന് വെച്ചാൽ പ്രാണന്റെ രണ്ടാമത്തെ ഗുണത്തിനെ ധ്യാനിക്കൂ. രണ്ടാമത്തെ ഗുണത്തിൻ്റെ നാമത്വം എന്ന് വെച്ചാൽ നാമം, പേര്. ദ്വിതീയ പേരെന്താണ്? ധൂർ എന്നാണ്. ധൂർ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. മൃത്യുഹു അതിവർത്തത. മൃത്യുവിനെ മറികടക്കൽ, അതിനെയാണ് ധൂർ എന്ന് പറയുന്നത്. മൃത്യുഹു അതിവർത്തത. 8 മുതൽ 16 വരെയുള്ള മന്ത്രം ദ്വിതീയ ലക്ഷണം അല്ലെങ്കിൽ ദ്വിതീയ ഗുണമാണ് വർണ്ണിക്കുന്നത്. എന്താണ് ഗുണം? ധൂർനാമത്വം എന്നാണ് ആ ഗുണത്തിൻ്റെ പേര്. ധൂർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മൃത്യുവ് അതിവർത്തത. പ്രാണന് മാത്രമേ മൃത്യുവിനെ അതിവർത്തിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് ചെയ്യുക, മറികടക്കുക, അല്ലേ? മൃത്യുവിനെ മറികടക്കുവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ആർക്കാണ്? പ്രാണൻ, അല്ലേ? മൃത്യുദേവത വരുമ്പോൾ പ്രാണൻ പോകും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ ക്രോസ് ചെയ്യും പ്രാണനല്ലേ. അതിനെ അതിവർത്തിച്ച് പ്രാണൻ മൂപ്പരെന്ത് ചെയ്യും? മൂപ്പര് മാറി നിൽക്കും. എന്നിട്ട് നമ്മുടെ പിന്നെ ആരായി? മൃത്യുവിനെ അതിവർത്തിച്ചു കഴിഞ്ഞു പ്രാണൻ. മൃത്യുദേവത നമ്മുടെ സൂക്ഷ്മ ശരീരമായിട്ട് പോകും. അപ്പം മൃത്യുവിനെ അതിവർത്തിക്കുവാനുള്ള കഴിവ് പ്രാണന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാണന്റെ രണ്ടാമത്തെ ഗുണമാണ് ധൂർ എന്നുള്ള ഗുണം. ധൂർ എന്ന് വെച്ചാൽ ദൂരെ പോവുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഗുണങ്ങൾ. മൃത്യൂസ് അതിവർത്തത എന്നത് എവിടെയാണ് പഠിച്ചത്? കഠോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. മൃത്യോസ ഇഹമാപ്നോതി ഏവ നാനേവ പശ്യതി. ആ ഒരു മന്ത്രം പഠിച്ചിട്ടുണ്ട്.
പിന്നെ പഠിച്ചത് ധൂർ എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്. ധൂരമേവേ വിപരീതേ വിശൂചി, അതും പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ധൂർ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. വെറുതെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചൊല്ലുന്നേ ഉള്ളൂ. കഠോപനിഷത്തിൽ മൃത്യുവിൻ്റെ കഥ പഠിച്ചപ്പോൾ അത് രണ്ടാമത്തെ ഗുണം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുക? ഇവിടെ ഉപാസിക്കാൻ പറയുകയല്ലേ. ഉപാസിക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറയുകയല്ലേ. എങ്ങനെ ചിന്തിക്കും? എൻ്റെ ശരീരത്തിൽ ധൂർ എന്ന ഗുണത്തോടുകൂടി, അല്ല, ഈ വാക്ക് പരിചയമില്ലേ വിട്ടേര്. എൻ്റെ ശരീരത്തിൽ പ്രാണനുള്ളത് കൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. പ്രാണൻ പോയാൽ ഇത് ജഡമായി എങ്കിൽ രണ്ടാമത്തെ ഗുണത്തിന് ഉപാസിക്കലായി. ഇത്രയേ ഉള്ളൂ. നമ്മൾ വിനീത വിധേയരായി ജീവിക്കുക. എങ്ങനെ? എൻ്റെ ഗുണം കൊണ്ടല്ല ഈ ശരീരം വർത്തിക്കുന്നത്. ഓരോ ഇന്ദ്രിയങ്ങളിലും പ്രാണൻ അതിൻ്റെ ധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലേ? നമ്മളത് പഞ്ചപ്രാണം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അത് മാത്രമല്ല, ഉപപ്രാണന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ വേദാന്തസാരം എന്ന പ്രകരണ ഗ്രന്ഥത്തിലൊക്കെ. അവിടെയൊക്കെ പ്രാണൻ്റെ ഗുണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. പിന്നെ പ്രശ്നോപനിഷത്തിൽ കലഹശ്രുതിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത്രയേ ഉള്ളൂ. പ്രാണനുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്. എനിക്ക് മരണത്തെ അതിവർത്തിക്കാൻ സാധിക്കില്ല. എൻ്റെ ശരീരത്തിലുള്ള ചൈതന്യരൂപനായ പ്രാണന് മാത്രമേ മരണത്തെ അതിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാണൻ്റെ രണ്ടാമത്തെ ഗുണമാണ് ധൂർ എന്നുള്ളത്. അത് 8 മുതൽ 16 വരെയുള്ള മന്ത്രം. ഇനി അടുത്തത് എഴുതിക്കോളൂ. 17 മുതൽ 18 വരെ 2 മന്ത്രങ്ങൾ. 17, 18 മന്ത്രങ്ങൾ. എത്രാമത്തെ ഗുണമായിരിക്കും? 3ാമത്തെ. പ്രാണഃ തൃതീയ ഗുണവർണ്ണന. പ്രാണഃ തൃതീയ ഗുണവർണ്ണ. തൃതീയ ഗുണം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ഭർതൃത്വം. ഭർതൃത്വം ആ വാക്ക് എല്ലാവർക്കും അറിയാം. ഭർതൃത്വം എന്ന് വെച്ചാൽ എന്താണ്? ഭരിക്കുക. നമ്മളെ ഭരിക്കുവാൻ പരമാത്മാവ് പ്രാണരൂപത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ ഭരിക്കുന്ന ആരാണ്? അവിടെയും നമ്മളെ ഒന്നുമല്ലാതെ നിസ്സഹായരാക്കുകയാണ് ഈ ഒരു ഭാവം പറഞ്ഞുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി. ഞാൻ വിചാരിക്കും ഞാൻ ഇന്ന സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞാനാണ് വീട് ഭരിക്കുന്നത്, ഞാനാണ് നാട് ഭരിക്കുന്നത്, അല്ലേ? ആ ഭാവമൊക്കെ ഉണ്ട്. അതിവിടെ ക്രഷ് ചെയ്ത് കളയുകയാണ് യാജ്ഞവൽക്യ മഹർഷി. എന്താണ്? ഞാനല്ല, ഒന്നിനെയും ഭരിക്കാൻ എനിക്ക് സാധിക്കില്ല. പ്രാണനാണ് എന്നെയും ഈ പ്രപഞ്ചത്തെയും ഭരിക്കുന്നത്, അല്ലേ? ഭരിക്കാന്ന് വെച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. ഭരണകർത്താക്കളെ കുറിച്ചൊക്കെ അറിയാം. അപ്പം ഭർതൃത്വം എന്ന് വെച്ചാൽ ഭരിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്, അല്ലേ? ആ ഭരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് നിയന്ത്രിക്കുക. അല്ലെ? പ്രാണൻ പോയാൽ പിന്നെ നമ്മൾ ജഡമായി. അപ്പോൾ എന്നെ ആരാ നിയന്ത്രിക്കുന്നത്? ഭഗവാൻ പ്രാണരൂപത്തിൽ. ഇതിന് ഈ ഭർതൃത്വം എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടെയാണ്. ഒന്നാമത്തെ അർത്ഥം നമ്മൾ കണ്ടു, ഭരിക്കുക, നിയന്ത്രിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ അർത്ഥം കൂടെ എഴുതിക്കോളൂ. വേണ്ടവർ പോഷകത്വം, പോഷിപ്പിക്കുന്നത്, ശരീരത്തിനെ പോഷിപ്പിക്കുക. പ്രാണനുള്ളത് കൊണ്ടാണ് എൻ്റെ ശരീരം പോഷിക്കുന്നത്. നമ്മളൊരു വെള്ളം കുടിച്ചോട്ടെ, അല്ലെങ്കിൽ ആഹാരം കഴിച്ചോട്ടെ, ഇതൊക്കെ ആരാണ് ഇതിനെ വേണ്ടതിനെ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, ഇതെല്ലാം ഓരോന്നായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ആമാശയത്തിൽ ഈ പ്രക്രിയ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? വൈശ്വാനരാഗ്നി പ്രാണരൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ രക്തചംക്രമണം നടക്കുന്നത്, ആഹാരം ദഹിപ്പിക്കുന്നത്. എന്നിട്ട് ആവശ്യമുള്ള ഓരോ സ്ഥലത്തും ഓരോന്നിനെ എത്തിച്ച് അസ്ഥിക്ക് വേണ്ടത് അതിനെ കൊടുത്തു, മജ്ജയ്ക്ക് വേണ്ടത് കൊടുത്തു, മാംസരൂപത്തിൽ വേണ്ടത് മാംസരൂപത്തിൽ, വേണ്ടാത്തതിനെ പുറന്തള്ളുന്നു, അല്ലെ അവശിഷ്ടത്തിനെ കളയുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? പ്രാണൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ ഇത്യാദി പഞ്ചപ്രാണങ്ങളാണെന്ന്. അതുകൊണ്ട് ഈ ഭരിക്കുന്ന പ്രാണനെ
മറ്റൊരു പേരും വിളിക്കുന്നു പോഷകത്വം എന്നത്. പോഷിപ്പിക്കുന്നവൻ. എന്നെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കസേരമേൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുകയല്ല പ്രാണൻ ചെയ്യുന്നത്. അവരവരുടെ ധർമ്മം ചെയ്താണ് എന്നെ ഭരിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരു ശമ്പളവും കൊടുക്കുന്നില്ല അവർക്ക്. പ്രാണൻ എന്തെങ്കിലും ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എങ്കിലും പ്രാണൻ എന്നെ ഭരിക്കുകയാണ്. എങ്ങനെ ഭരിക്കുന്നു? എൻ്റെ ശരീരത്തിനെ പോഷിപ്പിച്ചുകൊണ്ട്, നിലനിർത്തിക്കൊണ്ട്, വേണ്ടതിനെയൊക്കെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ, അല്ലേ? ഇപ്പം നമ്മൾ ചീര കഴിക്കുന്നു, അല്ലേ? കണ്ണിന് വേണ്ട വൈറ്റമിൻസിന് അത് അവിടെ കൊണ്ട് കൊടുക്കുന്നു, അല്ലേ? അങ്ങനെ ഓരോന്നും. മാംസം കഴിക്കുന്നു, പച്ചക്കറികൾ കഴിക്കുന്നു, എന്താണോ നമ്മൾ ആഹരിക്കുന്നത് അതിൽ നിന്നുള്ള പോഷണത്തിനെയൊക്കെ ഇങ്ങനെ ഊറ്റിയെടുത്ത് വേണ്ട ഇന്ദ്രിയങ്ങൾക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നു. എളുപ്പമല്ല, ഈ ജോലി എളുപ്പമല്ല. അവരത് നമ്മളെ ഭരിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുകയാണ്. ഈ ഭാവന ഉണ്ടാകണം എങ്കിൽ മൂന്നാമത്തെ ലക്ഷണം അല്ലെങ്കിൽ ഗുണം ഉപാസിക്കലാണത്. ഇനി അടുത്തത് എഴുതിക്കോളൂ. 19ാമത്തെ മന്ത്രം, ഒറ്റ മന്ത്രമേ ഉള്ളൂ. പ്രാണഃ ചതുർത്ഥ ഗുണ. പ്രാണന്റെ 4ാമത്തെ ഗുണം വർണ്ണിക്കുകയാണ്. 4ാമത്തെ ഗുണം അങ്കിരസത്വം. അങ്കിരസത്വം. 4ാമത്തെ ഗുണത്തിന്റെ പേരെന്താണ്? അങ്കിരസത്വം. അങ്കിരസം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? അഥർവാംഗിരസ ഉച്ഛം പ്രതിഷ്ഠ, മുണ്ടകോപനിഷത്തിൽ, അല്ലേ? അങ്കിരസത്വം. അങ്കിരസത്വം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. ഓരോ അംഗങ്ങളിലും പ്രവർത്തിക്കാനുള്ള ഊർജത്തിന് നൽകുന്നവൻ. അപ്പം നമ്മൾ പേന കൊണ്ട് എഴുതുക, എല്ലാവരും കുത്തിരുന്ന് എഴുതുകയാണല്ലേ? എങ്ങനെ നമുക്ക് കുത്തിരുന്ന് എഴുതാൻ സാധിക്കും? എൻ്റെ കൈ എന്നുള്ള ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ട്, എൻ്റെ കൈ ഇങ്ങനെ വഴങ്ങിത്തരുന്നത് കൊണ്ട്. പേന പിടിച്ച് കൈ വഴങ്ങുകയാണ്, ഞാനത് വൃത്തിയായിട്ട് എഴുതുകയാണല്ലേ? അത് ആ കൈ എന്നുള്ള അംഗം പ്രവർത്തിക്കുകയാണ്. അത് മാത്രമല്ല, മനസ്സ് പ്രവർത്തിക്കുക, ഇത് കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ ഏതാണ്? ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നു. ശ്രോത്രേന്ദ്രിയം അതിൽ ബുദ്ധിക്ക് വേണ്ട എന്താണോ കേട്ടത് അത് ബുദ്ധിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ആ മനസ്സിലേക്ക് എത്തിക്കുന്നു. മനസ്സത് കൈ എന്നുള്ള അംഗത്തിലേക്ക് എത്തിക്കുന്നു. എത്ര ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. യാജ്ഞവൽക്യ മഹർഷി പറയാണ്, ഈ സൂക്ഷ്മമായ ചിന്തനയാണ് ഉപാസന. ഭഗവാനോട് നന്ദി പറയുക. ഭഗവാനെ, എൻ്റെ ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നു, അല്ലേ? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, അല്ലേ, എൻ്റെ നാവ് പ്രവർത്തിക്കുന്നു, വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നു, എത്ര ഇന്ദ്രിയങ്ങൾ. പിന്നെ അംഗത്തിലേക്ക്, അതാണ് അങ്കിരസം. അങ്കിരസം എന്ന് വെച്ചാൽ ഓരോ അംഗങ്ങൾക്കും എന്താണോ ധർമ്മം, അല്ലേ? കൈയുടെ ധർമ്മം എഴുതുക, കാലിൻ്റെ ധർമ്മം നടക്കുക, അല്ലേ? മൂക്കിൻ്റെ ധർമ്മം മണക്കുക, അങ്ങനെ ഓരോ, കണ്ണിൻ്റെ ധർമ്മം കാണുക, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അംഗങ്ങൾക്കും എന്താണോ അതിന് കൊടുത്തിരിക്കുന്ന കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം, അത് അതാത് ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഗുണം കൊണ്ടല്ല, പ്രാണൻ അവിടെ എത്തുന്നത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ വിരലിലേക്ക് പ്രാണൻ എത്തിയില്ലെങ്കിൽ, അല്ലേ, അതായത് ചൈതന്യം എത്തിയില്ല, എൻ്റെ വിരലെന്നുള്ള ഇന്ദ്രിയം ചലിക്കില്ല, എനിക്ക് എഴുതാൻ സാധിക്കില്ല. അപ്പം അത് ചലിക്കുന്നുണ്ട്, എനിക്ക് നോട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട്. എങ്ങനെ പ്രവർത്തിക്കുന്നു? പ്രാണൻ അവിടെ എത്തുന്നത് കൊണ്ടാണ്. ചൈതന്യം, പ്രാണൻ എന്ന് വെച്ചാൽ ചൈതന്യം, അവിടെ എത്തുന്നത് കൊണ്ടാണ്. ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും നൽകുന്നത് കൊണ്ടാണ്. അതാണ് അങ്കിരസത്വം. നമുക്കിതൊക്കെ സുലഭമായി കിട്ടും. വെറുതെ, മലയാളികളിൽ പ്രത്യേകിച്ചൊരു ഗുണമാണ്, വെറുതെ കിട്ടുമ്പോൾ ഒരു വിലയില്ല. അല്ലെ, സർവ്വജീവജാലങ്ങൾ, എന്തിനാണ് ഒരു കൂട്ടരെ പറയുന്നത്? എല്ലാവർക്കും ആണ്. പക്ഷേ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ ബുദ്ധിയെ തിരിപ്പിക്കുകയാണ്. എങ്ങനെ? കൃതാർത്ഥരാക്കുകയാണ്. ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്
അതാതിൻ്റെ ധർമ്മങ്ങൾ അവ ചെയ്യുന്നത് കൊണ്ടാണ്. എങ്ങനെ അവയ്ക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കും? കൈക്ക് അതിൻ്റെ ധർമ്മം, കാലിന് അതിൻ്റെ ധർമ്മം, ഓരോന്നിനും സാധിക്കും അവയിൽ പ്രാണനെത്തുന്നത് കൊണ്ട്. അതാണ് അങ്കിരസത്വം. ഇനി അടുത്ത എന്താണ്? പഞ്ചമ അല്ലേ? തൃതീയ, ചതുർത്ഥി, പഞ്ചമം. അടുത്തത് പഞ്ചമ ഗുണത്വം. പ്രാണഃ പഞ്ചമ ഗുണത്വം. പ്രാണന്റെ അഞ്ചാമത്തെ ഗുണം. അത് 20 മുതൽ 22 വരെയുള്ള മന്ത്രം. 20 മുതൽ 22 വരെയുള്ള മന്ത്രം. അഞ്ചാമത്തെ ഗുണം ധ്യാനിക്കേണ്ടത്. ഇനി എഴുതിക്കോളും. ഇതൊന്നും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമുക്ക് മാത്രം സ്പെഷ്യലായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. വേദാത്മകത്വ പ്രാണഃ. വേദാത്മകത്വ പ്രാണഃ. വേദാത്മകത്വം എന്ന് വെച്ചാൽ വേദസ്വരൂപനായിരിക്കുന്നവനാണ് പ്രാണൻ എന്ന് ധ്യാനിക്കൂ, ഉപാസിക്കൂ. അതായത് സാധാരണ വ്യവഹാരം എല്ലാം പറഞ്ഞു അല്ലേ, എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, എന്നിട്ട് അതിൻ്റെ വിസ്താരം നമുക്ക് കാണാം. 20 മുതൽ 22 വരെയുള്ള മന്ത്രങ്ങൾ ഞാൻ ഈ സ്ലോയിൽ പറയുന്നത് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം പിന്നീട് 10 വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നോക്കുമ്പം മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് വളരെ സ്ലോയിൽ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ആർക്കും വായിക്കാൻ പറ്റാത്ത കുറിപ്പടി പോലെ എഴുതരുത്. വേദാത്മകത്വ പ്രാണഃ എന്താണ്? 20 മുതൽ 22 വരെയുള്ള മന്ത്രങ്ങൾ. എന്തിനു വേണ്ടി ഇത് ധ്യാനിക്കൂ, ഉപാസിക്കൂ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പഠിക്കുന്ന എന്താണ്? വേദമാണ് അല്ലേ? വേദത്തിൻ്റെ ഒരംഗമായ വേദാംഗമാണ് പഠിക്കുന്നത് അല്ലേ? വേദാന്തമാണ് പഠിക്കുന്നത്. വേദാന്തത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഉപനിഷത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇതെവിടെ നിന്ന് ഉത്ഭവിച്ചു? വേദത്തിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പോൾ എനിക്ക് ഈ വേദസ്വരൂപിയായ പരമാത്മാവിനെ അറിയാൻ സാധിക്കുന്നത് എൻ്റെ ശരീരത്തിൽ പ്രാണനുള്ളത് കൊണ്ടാണ് അല്ലേ? ഞാൻ ജഡമായിരുന്നാൽ എൻ്റെ മുന്നിലിരുന്ന് ഋഗ്വേദോ യജുസോ സാമവോ ആര് പാടിയാലും ഞാൻ അറിയില്ല, അല്ലെങ്കിൽ ആര് പഠിപ്പിച്ചാലും ഞാൻ അറിയില്ല. എൻ്റെ ഉള്ളിൽ പ്രാണരൂപത്തിൽ പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് വേദം പഠിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള കൃതാർത്ഥതയാണ് 20 മുതൽ 22 മന്ത്രങ്ങളിൽ യാജ്ഞവൽക്യ മഹർഷി ഉപാസനയായി പറയുന്നത്. പഞ്ചമ ഗുണമായ ഉപാസന പറയും. ഇത്രയൊന്നും വേണ്ട, നിങ്ങൾ ഇതിനു വേണ്ടി സമയമൊന്നും മാറ്റി വെക്കണ്ട. പുസ്തകം എടുക്കുമ്പോൾ എന്താണ്? ഭഗവാനെ, ഞാൻ ഇന്നുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഇന്നത്തെ ക്ലാസ്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഞാനുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പ്രാണൻ എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേദം കേൾക്കാൻ സാധിക്കുന്നത്, വേദം വായിക്കാൻ സാധിക്കുന്നത്, വേദം പഠിക്കാൻ സാധിക്കുന്നത്. ആ ഒരു കൃതാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ അഞ്ചാമത്തെ ഗുണത്തെ ഉപാസിച്ചു കഴിഞ്ഞു. അല്ലാണ്ട് ഗുഹയിൽ പോയി കണ്ണടച്ചിരുന്ന് ഈ 5-6 ഗുണങ്ങളും കാണാണ്ട് പഠിച്ചൊന്നും ഉപാസിക്കുക വേണ്ട. നിത്യജീവിതത്തിൽ ഒരു നിമിഷം ഓർത്താൽ മതി. അതാണ് 20 മുതൽ 22 വരെ. വേദാത്മകത്വ പ്രാണഃ. ഇതിന് മറ്റൊരു പേരും പറയും, വേദസ്വരൂപത്വം എന്നും പറയും. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. വേദാത്മകത്വം എന്നും പറയാം, അല്ലെങ്കിൽ വേദസ്വരൂപകത്വം എന്നും പറയാം. വേദസ്വരൂപനായി പരമാത്മാവ് ഇരിക്കുന്നു. ആ വേദത്തെയാണ് ഞാൻ പഠിക്കുന്നത്. എന്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നു? പ്രാണനുള്ളത് കൊണ്ട് അല്ലേ? ഞാൻ ജഡമല്ലാത്തതുകൊണ്ട്. അതാണ് 20 മുതൽ 22 വരെയുള്ള മന്ത്രങ്ങൾ. ഇനി അടുത്തത് അവസാനത്തെ ലക്ഷണം 25 മുതൽ 27 വരെ. അല്ല സോറി, 23 മുതൽ കേട്ടോ. 23 മുതൽ 27 വരെ. എഴുതിയോ? ആറാമത്തെ എന്താണ്? ഷോഡശ ഗുണം.
ഷഷ്ടഗുണം. ഷോഡശം 16 കേട്ടോ. ഷഷ്ടഗുണം, 6ാമത്തെ ഗുണം ഷഷ്ടഗുണത്വം. ഷഷ്ടഗുണത്വം. ഉദ്ഗീതത്വ പ്രാണഃ. ഉദ്ഗീതത്വ പ്രാണഃ. ഷഷ്ടഗുണം എന്താണ്? ഉദ്ഗീതത്വ പ്രാണഃ. ഉദ്ഗീതനായി പ്രാണനെ ഉപാസിക്കൂ. ഉദ്ഗീതം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഓംകാരം. ഓംകാരത്തിനെ വേദം വിളിക്കുന്ന മറ്റൊരു പേരാണ് ഉദ്ഗീതം. ഓംകാരത്തിനെ വേദം വിളിക്കുന്ന മറ്റൊരു പേരാണ് ഉദ്ഗീതം. ഉദ്ഗീതത്വ പ്രാണഃ എന്ന് വെച്ചാൽ എന്താണ്? 6ാമതായി യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്, പ്രാണനെ നിങ്ങൾ ഉദ്ഗീതമായി ഉപാസിക്കൂ. എന്ന് വെച്ചാൽ എന്താണ്? വെറുതെ ഓംകാരം ജപിച്ചാൽ മതി, എങ്കിൽ ഉദ്ഗീത ഉപാസനയായി, അല്ലെങ്കിൽ പ്രാണ ഉപാസനയായി. എന്താണ്? വെറുതെ ഓംകാരം ജപിച്ചാൽ മതി. എപ്പോഴൊക്കെ നിങ്ങൾ കുളിക്കുമ്പോഴായിക്കട്ടെ, ഭക്ഷണം പാകം ചെയ്യുമ്പോഴായിക്കട്ടെ, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, യോഗ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഉണരുമ്പോൾ, എപ്പോഴൊക്കെ ജീവിതത്തിൽ ഓംകാരം ജപിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ എന്താണ്? ഉദ്ഗീത ഉപാസന. അതായത് പരമാത്മാവ് എൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ആദിമ മന്ത്രമായ ഓംകാരത്തെ എനിക്ക് ജപിക്കും. അതിന് ശേഷമല്ല പിന്നെ ബാക്കിയുള്ള ആയിരക്കണക്കിന് മന്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദിമ മന്ത്രത്തെയെങ്കിലും ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഓംകാരത്തെയെങ്കിലും ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? എൻ്റെ ശരീരത്തിൽ പ്രാണനുള്ളത് കൊണ്ട്. ആ ഒരു ഭാവന, ആ കൃതാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ 6ാമത്തെ ഉപാസനയും ചെയ്തു കഴിഞ്ഞു. അത് 1 തവണയോ 21 തവണയോ 108 തവണയോ എത്ര തവണ വേണേലും ചെയ്യാം. നമുക്ക് സന്യാസമൊക്കെ തരുമ്പോൾ ഓംകാരമാണ് മന്ത്രദീക്ഷ തരുന്നത്. വേറെ ഒന്നും പിന്നെ ജപിക്കണ്ട. ഓം എന്നുള്ളത് ഇത്ര ആവർത്തി ജപിച്ചാൽ മതി. അതുപോലും പറ്റാണ്ടാവും ചിലപ്പോൾ. അത് എത്ര ആവർത്തിയുണ്ട്? ഒരു മാല മുതൽ 108 മാല വരെ 22,000 തവണ ജപിക്കണം. 11,000 എങ്കിലും മിനിമം ജപിക്കണം. അതിൻ്റെ പകുതിയെങ്കിലും. എത്ര സമയം എടുക്കും? ഓംകാര ഉപാസന. ഇത് നമ്മൾ മറ്റൊടുത്ത് പഠിച്ചിട്ടുണ്ട്. ഓംകാര ഉപാസന തൈത്തിരീയ ഉപനിഷത്തിൽ അല്ലേ? ഓമിതി ബ്രഹ്മ. അറിയാവുന്നവർ കൂടെ ചൊല്ലുക. തൈത്തിരീയ ഉപനിഷത്ത് 1ാമത്തെ അധ്യായത്തിൽ അല്ലേ? പ്രഥമ അധ്യായത്തിൽ ഓമിതി ബ്രഹ്മ ഓമിതീതകം സർവം ഓമിത്യേതദനുഹൃതി ഹസ്മവ അപ്യോ ശ്രാവയേത്യാ ശ്രാവയന്തി ഓമിതി സാമാനി ഗായന്തി ഓഗും ശോമിതി ശസ്ത്രാണി ശകുംസന്തി ഓമിത്യദ്വർയു പ്രതികരം പ്രതിഗൃണാതി. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഓർമ്മിക്കുക. ഇത് ഓംകാര ഉപാസന. അന്ന് തൈത്തിരീയം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഇത് കാണാണ്ട് പഠിക്കണമെന്ന്. അത് തന്നെ ഇവിടെ. ഒന്നെങ്കിൽ അത് മുഴുവൻ ചൊല്ലാം. അവിടെ എന്തായിരുന്നു? ഓംകാരത്തിൻ്റെ ഡെഫിനിഷനാണ് ആ അനുവാദം മുഴുവൻ നമ്മൾ പഠിച്ചത്. ഓം ബ്രഹ്മമാകുന്നു, പരമാത്മാവിൻ്റെ ലക്ഷണങ്ങളാകുന്നു എന്നും പറഞ്ഞ്. ഒന്നെങ്കിൽ അത് ജപിക്കുക, ഇല്ലെങ്കിൽ എന്താ? അതെനിക്ക് കാണാണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ ഓംകാരം ജപിക്കുക. എങ്ങനെ? എനിക്ക് ഇത്രയേ ഉള്ളൂ ഭാവന. എനിക്ക് ആദിമ മന്ത്രമായ ഓംകാരത്തെ ജപിക്കാൻ സാധിക്കുന്നു, അല്ലെ ഞാൻ ജപിക്കാൻ പോവുകയാണ്, അല്ലെ ജപിക്കാൻ സാധിച്ചു. തുടങ്ങുമ്പോഴും അവസാനിക്കും എപ്പോൾ വേണമെങ്കിലും ചിന്തിക്കുക. ജപിക്കാൻ പോകുന്നു. എന്തുകൊണ്ട്? എൻ്റെ ശരീരത്ത് പ്രാണനുള്ളത്. ജപിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? എൻ്റെ ശരീരത്ത് പ്രാണനുള്ളത് കൊണ്ട്. പരമാത്മാവ് പ്രാണരൂപത്തിൽ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്. അതാണ് 6ാമത്തത്. എവിടെ മുതലാണ്? 23 മുതൽ
7 വരെയുള്ള മന്ത്രങ്ങൾ. ഇനി ഒറ്റ മന്ത്രം കൂടെ ഉള്ളൂ, 28ാമത്തെ മന്ത്രം ഉപസംഹാരം. 28ാമത് 6 ഗുണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. 6 ഗുണങ്ങളും പറഞ്ഞതിന് ശേഷം യാജ്ഞവൽക്യ മഹർഷി 28ാമത്തെ മന്ത്രത്തിൽ പ്രാണ ഉപാസന ഉപസംഹാരം, മുഴുവൻ എഴുതേണ്ടവർ അങ്ങനെ എഴുതിക്കോളൂ. പ്രാണ ഉപാസന ഉപസംഹാരം എന്ന് വെച്ചാൽ എന്താ? കൺക്ലൂഷൻ അല്ലേ? പ്രാണ ഉപാസന അദ്ദേഹം ഉപസംഹരിക്കുകയാണ്. അവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ മന്ത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് പ്രാണനെ ഈ ഏതെങ്കിലും 6 ചെയ്യാൻ അദ്ദേഹം പറയുന്നില്ല. അതാണ് യാജ്ഞവൽക്യ മഹർഷി എന്ന മഹാഗുരു. 6 ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന് പറ്റുന്ന സമയത്ത് നിങ്ങളാൽ കഴിയും വിധം. ഇത്രയും ഫ്രീഡം തരുന്ന ഒരു ആചാര്യനില്ല. നിങ്ങളാൽ പറ്റുന്ന സമയത്ത് കഴിയുന്ന പോലെ പ്രാണന്റെ ഏതെങ്കിലും ഗുണങ്ങളെ ഉപാസിക്കൂ, ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 28ാമത്തെ മന്ത്രം ഉപസംഹരിക്കുകയാണ്. അതിനുശേഷം പറയുന്നു, ഇത് നിഷ്കാമമായി ഉപാസിച്ചാലും, ഉപസംഹാരത്തിൽ ഫലശ്രുതിയും കൂടെ പറയുകയാണ്. നിഷ്കാമമായി പ്രാണ ഉപാസന നടത്തിയാൽ പ്രാണനുമായി ഏകീഭവിക്കുമെന്ന്. പ്രാണനാര? പരമാത്മാ. പരമാത്മാവുമായി ഏകീഭവനം എന്ന് വെച്ചാൽ എന്താണ്? മോക്ഷം. ആരാണോ നിഷ്കാമമായി, സകാമമായിട്ടല്ല, നിഷ്കാമമായി, എനിക്കൊന്നും വേണ്ട, എന്നെ ഭരിക്കുന്നത് പ്രാണനാണ്, എന്നെ നിലനിർത്തുന്നത് പ്രാണനാണ്, ഞാൻ പഠിക്കുന്ന വേദം പ്രാണനാണ്, അല്ലെ പ്രാണനുള്ളത് കൊണ്ടാണ് ഇത്, എനിക്ക് ഉറങ്ങുന്നത്, എല്ലാം എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം എൻ്റെ ശരീരത്ത് പ്രാണനുള്ളത് കൊണ്ടാണ്. ഈ ഭാവത്തോടു കൂടി ആര് സാധന ചെയ്യുന്നു അവർ പ്രാണനുമായി ഏകീഭവിക്കും. അതായത് മോക്ഷഗതിയിലേക്ക് യാത്ര തുടരും. അതാണ് പറയുന്നത്. അങ്ങനെ 28ാമത്തെ മന്ത്രം അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. കുറച്ച് നേരത്തെ പോവുകയാണ്, 8 മണിയായി, നിർത്തുകയാണ്. കാരണം ഇന്ന് ഏകാദശി, കുറച്ച് ഇവിടെ പരിപാടികളുണ്ട്. ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഏകാദശിയാണ്. അപ്പം നിങ്ങളാൽ കഴിയും വിധം ഏകാദശി അനുഷ്ഠിക്കുക. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഈ 28ാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓം അസതോമാ സദ്ഗമയ, ആ മന്ത്രം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് ഇവിടെയാണ്, എല്ലാവരും ചൊല്ലും. പക്ഷേ ആർക്കും, എനിക്കറിയില്ല, ഒരു 90% ആളുകൾക്ക് അറിയില്ല ഈ മന്ത്രമൊക്കെ എവിടെയാണ് കിടക്കുന്നത്. നമുക്കിനി ധൈര്യത്തോടു കൂടി പറയാം, നമ്മൾ പഠിക്കാൻ പോകുന്നത് അസതോമാ സദ്ഗമയ. എവിടെയാണത്? ബൃഹദാരണ്യ ഉപനിഷത്ത് മധുകാണ്ഡം 1ാം അധ്യായം 3യ ബ്രാഹ്മണത്തിൻ്റെ അവസാന മന്ത്രമാണ്. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നും പഠിക്കാം. ഈ 6 ഉപാസനകളും പറഞ്ഞല്ലോ, ഈ 6 ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലിയാൽ മതിയെന്ന്. ഒന്നുകൂടെ പറയാം. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ എന്നുള്ള മന്ത്രം യാജ്ഞവൽക്യ മഹർഷി നമുക്കൊരു ജപമന്ത്രമായി, നമ്മൾ ജപിക്കാറില്ലേ, അതായിട്ട് തരികയാണ്. ഇത് ജപിച്ചാൽ മതി. ആരാണോ പ്രാണ ഉപാസന ചെയ്ത് പ്രാണനുമായി ഏകീഭവിക്കുന്ന ഫലത്തിലെത്തുന്ന അതേ ഫലം ഈ 6 മന്ത്രങ്ങൾ ഈ അസതോമ സദ്ഗമയ എന്ന മന്ത്രം ജപിച്ചാൽ മതി, കിട്ടുമെന്ന്. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അത് നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമുക്ക് നാളെ പഠിക്കാം. നിങ്ങൾ നാളെ എന്ത് ചെയ്യണം? ബുക്കിൽ ഈ മന്ത്രം ഇത്രയും മാത്രം, അതായത് മധുകാണ്ഡം ഇത്രയും നമ്മൾ എഴുതിയല്ലോ, 28 മന്ത്രത്തിൻ്റെ സമ്മറി എഴുതിയല്ലോ. ഇനി അതിൻ്റെ താഴെയായിട്ട് ഇത്ര എഴുതിയിട്ട് വരണം. അസതോമ സദ്ഗമയ എന്നുള്ള മുഴുവൻ മന്ത്രം, തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ ഇതി എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. അത്ര എഴുതിയിട്ട് വരണം നാളെ.
ഇനി നമ്മൾ അസത് എന്താണ് ഇതെല്ലാം നമ്മൾ പഠിക്കും. ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്ക് അവിടെ പഠിക്കാം അല്ലേ. ആരെങ്കിലും പറയുമോ എവിടെയാ ഉദ്ഗീത പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആ വെരി ഗുഡ്, കുറെ പേര് കണ്ടുപിടിച്ചല്ലോ. ചാന്തോക്യ ഉപനിഷത്ത് ഉദ്ഗീത ഉപാസന. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അരി നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും എഴുതിയിട്ട് വരണം അസതോമാ സദ്ഗമയ. ഓക്കെ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.